ഷാഡോ വീണാൽ സോളാർ പാനൽ കംപ്ലൈൻ്റ് ആകുമോ? ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി ഷാഡോ വീണാൽ സോളാർ പാനൽ കംപ്ലൈൻ്റ് ആകും. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോളാർ പാനലിൽ പ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഷാഡോ വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രം വൈദ്യുതി ഉണ്ടാകില്ല. ഉദാഹരണത്തിന് 72 സെല്ലുള്ള ഒരു പാനലാണെന്ന് വിചാരിക്കുക. അതിൽ 4 സെല്ലിൽ ഷാഡോ വീണാൽ ഈ 4 സെല്ലിലും വൈദ്യുതി ഉണ്ടാകുന്നില്ല. അപ്പോൾ ബാക്കി സെല്ലിലുണ്ടായ വൈദ്യുതി എന്ത് ചെയ്യണം? ഈ 4 സെല്ലിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ പ്രകാശം വീഴാത്തതിനാൽ ഈ സെല്ലിലൂടെ വൈദ്യുതിക്ക് കടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ 4 സെല്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് സംഭവിക്കും? അത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റഡ് വയറുകൾ, ഇതിനെ പൊതുവെ ബസ് ബാറുകളെന്നാണ് നമ്മൾ പറയുന്നത്, അത് ചൂടാകുന്നു. അതായത് ഷാഡോ വീണിരിക്കുന്ന ആ 4 സെല്ലിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമുള്ള ആ ബസ് ബാറുകൾ ചൂടാകുന്നു. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് വെക്കുന്നു. ഇപ്പോൾ ഒരു 6 മാസമോ 1 വർഷമൊക്കെ സ്ഥിരമായിട്ട് ഷാഡോ വീണ് കഴിഞ്ഞാൽ അത് ചൂടായി അത് ബേണാകുന്നു. തുടർന്ന് അത് കട്ടായി പോകണം. അങ്ങനെ അടുത്ത സെല്ലിലേക്ക് കണക്ഷൻ ലഭിക്കാതെ വരുന്നു. അങ്ങനെ സോളാർ പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകാം? ഉദാഹരണം പറഞ്ഞാൽ ഒരു ടോർച്ച്, അതിൽ നമ്മൾ 3 ബാറ്ററിയാണ് ഇടേണ്ടത്. 2 ബാറ്ററി നല്ലതിട്ടു, 1 ബാറ്ററി മോശം ഇട്ടു. ആ ടോർച്ച് കത്തുമോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നല്ല സെല്ലിലെ വൈദ്യുതി ഈ മോശ സെല്ലിൽ കൂടെ വേണം കടന്നു പോകാനായിട്ട്. സെല്ല് മോശമായാൽ അതിലൂടെ വൈദ്യുതി കടത്തിവിടുകയില്ല. ഇതേ കാര്യം തന്നെയാണ് സോളാർ പാനലിൽ സംഭവിക്കുന്നത്. വല്ലപ്പോഴും പാനലിൽ ഷാഡോ വീണാലോ അത് കുഴപ്പമില്ല. എന്നാൽ 6 മാസമോ 1 വർഷമോ ഒക്കെ അങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് എന്തുപറ്റും? ഹീറ്റാകും, ബേണാകും. ഇങ്ങനെ കംപ്ലൈൻ്റ് ആകുന്നതിന് സാധാരണ ഹോട്ട്സ്പോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു പാനൽ മാത്രമാണോ? നമ്മളിപ്പോൾ ഒരു 10 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു പാനലിൽ ഷാഡോ വീണാലോ ഈ 10 പാനലിലെ എഫിഷ്യൻസി കുറയുന്നു. കാരണം ബാക്കി 9 പാനലിലെയും വൈദ്യുതി ഈ ഷാഡോ വീണിരിക്കുന്ന പാനലിലൂടെ ഒഴുകേണ്ടതുണ്ട്. അത് കണ്ടക്ടർ ആകാത്തതിനാൽ അതിലൂടെ വൈദ്യുതി കടത്തിവിടുന്നില്ല. അങ്ങനെ എഫിഷ്യൻസി കുറയുന്നു. ഇതാണ് ഇവിടെ വൈദ്യുതി നഷ്ടം സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്രധാനമായും 300 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഷാഡോ വീഴാത്ത സ്ഥലങ്ങളിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അനേകം ആളുകൾക്ക് സോളാർ പാനലിൽ നിന്ന് വൈദ്യുതി കൃത്യമായി ലഭിക്കാത്തതിൻ്റെ കാരണം ഷാഡോ വീഴുന്നതുകൊണ്ടാണ്. ഒരു 9 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഷാഡോ വീഴാത്ത സ്ഥലങ്ങളാണ് സോളാറിന് ഏറ്റവും മികച്ചത്. ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു നിസ്സാര സംഗതിയായിട്ട് അവഗണിക്കുന്നു. എന്നാൽ സോളാർ പാനലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ സംഗതിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നുമാണ് ഷാഡോ ഉണ്ടാകുന്നത്. വടക്ക് നിന്നുള്ള ഷാഡോ വളരെ കുറവാണ്. കാരണം ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി വീടുകൾ പണിയുമ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വാട്ടർ ടാങ്കൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. വരും കാലങ്ങളിൽ വൈദ്യുതി ചാർജ് പെട്രോൾ ചാർജ് പോലെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ മാസങ്ങളിലും വൈദ്യുതി നിരക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനുള്ള കറണ്ട് നിയമം ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ എല്ലാ വീടുകളിലും സോളാർ വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഉയർന്ന വൈദ്യുതി ചാർജ് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഇവിടെ നിലവിൽ വരുന്നു. അപ്പോൾ വീടുകൾ ഡിസൈൻ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സോളാർ ടെക്നീഷ്യനോ അല്ലെങ്കിൽ സോളാറിനെ കുറിച്ച് അറിയാവുന്ന ആളോട് അതിൻ്റെ വീടിന് ഏതൊക്കെ രീതിയിൽ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതായത് പാനൽ തെക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിട്ടാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ല സംഗതിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ എഫിഷ്യൻസി കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഊർജ്ജം ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങളും വീഡിയോകളും ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.